പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള മിശിഹായുടെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഭൗമികമായ എല്ലാ കെട്ടുപാടുകളിലും നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് ദിവ്യകാരുണ്യം. മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച് നമ്മുടെ പാപപരിഹാര ബലിയായിത്തീർന്ന ഈശോനാഥനെ നമുക്ക് നൽകുവാൻ ഇതിലും ശ്രേഷ്ഠമായത് മറ്റൊന്നുമുണ്ടായിരുന്നില്ല. തന്നെ നൽകിക്കൊണ്ട് അവിടുത്തേക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹം തെളിയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം എല്ലാം ദൈവമക്കളായി ഉയരുകയായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ക്രിസ്തു കുരിശിൽ മരിച്ചു, അവിടുന്ന് ഉത്ഥാനം ചെയ്തു, പൂർണ്ണമഹത്വത്തോടെ അവിടുന്ന് വീണ്ടും വരും. ഈ വാക്കുകൾ ദിവ്യകാരുണ്യ രഹസ്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവയാണ്. ദിവ്യബലി ആഘോഷിക്കുമ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും അനുദിനം നാം ഈ ദിവ്യരഹസ്യത്തിന് സാക്ഷികളാകുന്നു. മാനുഷിക സങ്കല്പങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത സ്നേഹപൂർണതയാണ് ദിവ്യകാരുണ്യം. തന്നെ വിഭജിച്ചു നൽകി മനുഷ്യനെ പരിപൂർണനാക്കുവാൻ തീരുമാനിച്ച ദൈവത്തിൻ്റെ അനന്തകാരുണ്യം അതുൾക്കൊള്ളുന്നു. ഒരു തിരിച്ചറിവിൻ്റെ മാത്രം ദൂരത്ത് നമ്മെ കാത്തിരിക്കുന്ന അളക്കാനാവാത്ത നിധിയാണ് ആ സ്നേഹഭോജ്യം. ലോകത്തിനു മുഴുവൻ ജീവൻ പകർന്ന് സ്വർഗത്തോളം സമ്പന്നമാക്കാൻ പോന്ന മഹത്വം ഓരോ ദിവ്യകാരുണ്യ അപ്പത്തിനുമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ കുർബാനയിലും യേശു എന്താണ് പറയുന്നത്? ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട എൻ്റെ ശരീരമാണ്, പാപമോചനത്തിനായി ചിന്തപ്പെട്ട രക്തമാണ്. അപ്പോൾ പാപമോചനത്തിനായിട്ടുള്ള ആ ബലിയാണ് ഓരോ ദിവസവും നമ്മൾ അർപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം പരിപൂർണമായിട്ട് ക്ഷമിക്കാനുള്ള സർവ്വശക്തിയും കൊണ്ട് കുർബാനിക്കുന്നുള്ളത് നമുക്കറിയാമോ? സെൻറ് തോമസ് അക്വീനാസ്, സഭയിലെ ഏറ്റവും വലിയ പണ്ഡിതൻ പറഞ്ഞത്, കുയിസൂനാസ് തില്ല തോത്തും മുൻക്വിത് സാൽവരെ, കർത്താവിൻ്റെ തിരുരക്തത്തിലെ ഒരു തുള്ളി മതി ലോകത്തിൻ്റെ സകല പാപങ്ങളും തുടച്ചു മാറ്റിക്കളയുവാൻ. എന്തൊരു ശക്തിയാണ് തിരുരക്തത്തിന്, വിശുദ്ധ കുർബാനയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നത്, ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ ഈ ഭാഗം വരുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് നിരവധിയായ പാപങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം തുടച്ചു മാറ്റിക്കളയുവാൻ കർത്താവിൻ്റെ തിരുരക്തം മതിയല്ലോ എന്നോർക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ്, എന്തൊരു ധൈര്യമാണ്. നല്ല കള്ളൻ ജീവിതകാലം മുഴുവനും പെശക് ചെയ്ത മനുഷ്യനാണ്. കുരിശിൽ മരിക്കുന്നത് വരെ അദ്ദേഹം പാപവുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കർത്താവിനോട് പറഞ്ഞപ്പോൾ ആ ഒരു നിമിഷം കൊണ്ട് നിരുപാധികമായിട്ട് കർത്താവ് തൻ്റെ തിരുരക്തം കൊണ്ട് അവൻ്റെ സകല പാപങ്ങളും മായ്ച്ചു കളഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ബോധ്യം, യേശു സത്യമായും സന്നിഹിതനാണെന്നും അവിടെ നമുക്ക് ബലിയർപ്പിച്ച് നമ്മുടെ പാപം മോചിക്കുന്നുവെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവ് സത്യമായും അവിടെ സന്നിഹിതനാണ്, ശരിക്കും സന്നിഹിതനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യം ഉണ്ടാകാനായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ ജെറോം പറയുന്നു, ഭക്ഷണം നൽകാതെ തൻ്റെ ശ്രോതാക്കളെ ഭവനത്തിലേക്ക് അയച്ചാൽ
അവർ മരുഭൂമിയിൽ തളർന്നു വീണേക്കുമെന്ന് ഈശോ ഭയന്നു. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്. സ്വർഗത്തിൻ്റെ ദിവ്യഭോജ്യം പകരുന്ന ശക്തി കൂടാതെയുള്ള സ്വർഗയാത്ര എത്ര ദുരിതപൂർണമായിരിക്കും. ദുഷ്കരമായ ഈ ലോകജീവിതത്തിൽ സ്വർഗയാത്ര ചെയ്യുവാൻ ആവശ്യമായ ഊർജം പകരുന്ന ദിവ്യപാഥേയമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകജീവിതത്തിൻ്റെ മാലിന്യമേശാതെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യകുലം മുഴുവനുമായി അവതരിച്ച മഹത്വപൂർണമായ ദൈവിക പദ്ധതിയാണ് വിശുദ്ധ കുർബാന. ശരിയായ ബോധ്യത്തോടുകൂടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നെത്തുന്ന ഒരാത്മാവിനെയും അവിടുന്ന് തള്ളിക്കളയുകയില്ല. കർത്താവുമായിട്ട് ഐക്യപ്പെടുന്ന ഒന്നായിത്തീരുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വിശുദ്ധ കുർബാന ആണെന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. കുർബാന നമ്മൾ കൈക്കൊള്ളുമ്പോൾ കർത്താവും നമ്മളുമായിട്ട് ഒന്നായിത്തീരുന്നു. ഇതെൻ്റെ ഒരു അനുഭവമാണ്. കർത്താവും ഞാനും മുന്തിരിച്ചെടിയും ശാഖയും പോലെ ഒന്നായിത്തീരുന്നു. ഒരേ ജീവരസം കൊണ്ട് ജീവിക്കുന്നത് പോലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞാനും ജീവിക്കുന്നു, കർത്താവിൽ ഒന്നായിത്തീരുന്നു എന്നുള്ള ബോധ്യം ഏതൊരു ഇതിനേക്കാൾ അപ്പുറത്തൊരു ഐക്യത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് കുർബാന സ്വീകരണത്തിൽ ഇത് സാധിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലേക്ക് വന്നവർ ആത്മാവിനെ കിട്ടുവാൻ വേണ്ടി അതിയായി ദാഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ? പ്രാർത്ഥന ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വിശുദ്ധ കുർബാന സ്വീകരണമാണ്. ആ അവസരത്തിൽ കർത്താവിൻ്റെ അരൂപി നമ്മുടെ തന്നെ അരൂപിയായി തീരുകയാണ്. ആത്മാവിൽ നമ്മൾ ഒന്നായി തീരുകയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ജീവിതത്തിൽ വേറൊരവസരവുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധ കുർബാനയിൽ വളരെ താല്പര്യത്തോടെ പങ്കുചേരണമെന്നുള്ളൊരു പാഠം അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പൊതുവെ അധികം ദേഷ്യപ്പെടാത്ത ആളായതുകൊണ്ട് പിതാവിന് എങ്ങനെയാണ് ഇങ്ങനെ ശാന്തമായിരിക്കാൻ സാധിക്കുക? പക്ഷേ എൻ്റെ ജീവിതം ഇപ്പോഴത്തെ ശാന്തമൊന്നുമല്ല. എനിക്കുമുണ്ട് ടെൻഷനും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എന്നെ തന്നെ മുറിച്ചു കൊടുക്കുകയാണ് എന്നുള്ള, ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലൂടെ എന്ന് മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് അനിഷ്ടകരമായ കാര്യങ്ങളൊക്കെ ഒരുവിധം സമാധാനത്തോടൊക്കെ നേരിടുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്. കുർബാന ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. കുർബാനയാണ് നമ്മുടെ ജീവിതം തന്നെ. ഈ ആശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് വളരെ മനോഹരമായ കുർബാന കേന്ദ്രീകൃതമായ, ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ കുർബാനയോട് അതിയായൊരു ഭക്തി ഉണ്ടാകട്ടെ. പിതാവ് തന്നെ നിങ്ങളെ ആഴമായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കട്ടെ. പരിശുദ്ധമേ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കൃപ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നു, ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധം കൂടാതെയുള്ള ദൈവശാസ്ത്ര പരിജ്ഞാനമോ സാമൂഹിക ഇടപെടലുകളോ അവിടുത്തോടുള്ള സ്നേഹത്തിൽ നമ്മെ ഐക്യപ്പെടുത്തുകയില്ല. ഈ ദുഷിച്ച ലോകത്ത് പരിശുദ്ധാത്മാവ് പകരുന്ന സ്നേഹത്തിൻ്റെ ശുദ്ധവായു പ്രദാനം ചെയ്യുന്ന ഓക്സിജൻ സംഭരണിയാണ് ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള പ്രാർത്ഥനാ മണിക്കൂർ.
ഒരു നിമിഷം ചിന്തിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നും സ്വീകരിക്കുന്ന ഊർജം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്വയം വിഭജിച്ചു നൽകുന്ന ഈശോനാഥൻ്റെ അവർണ്ണനീയമായ സ്നേഹവലയത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് അവിടുത്തെ ദിവ്യസ്നേഹം ലോകത്തിന് പകരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെയുള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും, അങ്ങൻ്റെയുള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും, അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും, അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അറിവോടെ
എത്രയോ നിമിഷം അകന്നു പോയി നിൻ മുൻപിൽ നിന്നും. അറിവോടെ എത്രയോ നിമിഷം അകന്നു പോയി നിൻ മുൻപിൽ നിന്നും. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ. വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ ഫാദർ പീറ്റർ റുപ്പാട്ട് തന്റെ നാമധാരിയായ വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്തിരിക്കുന്ന റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നതിന് തീരുമാനിച്ചു. റോമിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം ചെറിയൊരു ഗ്രാമമായ ബോൾസേനയിലെത്തി അവിടെയുള്ള സെന്റ് ക്രിസ്റ്റീന ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നതിനുള്ള അനുവാദം വാങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു: അവസാന അത്താഴ സമയത്ത് യേശു നമുക്ക് നൽകിയ ആ വലിയ അത്ഭുതം, അദ്ദേഹത്തിന് പൗരോഹിത്യത്തിലൂടെ നൽകിയ ദൈവീകവരം സത്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കൃപ നൽകണം. പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ദിവ്യനാഥൻ അദ്ദേഹത്തിന്റെ സംശയഗ്രസ്തമായ ഹൃദയത്തിന് വലിയൊരു അത്ഭുതത്തിലൂടെ ഉത്തരം നൽകി. കൂദാശവചനങ്ങൾ ഉച്ചരിച്ച നിമിഷങ്ങളിൽ തിരുവോസ്തിയിൽ നിന്ന് രക്തം ഇറ്റിറ്റു വീഴുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രക്തമോറുന്ന തിരുവോസ്തി അൾത്താരയിൽ വിരിച്ചിരുന്ന തുണിയിൽ പൊതിഞ്ഞു. രക്തം ധാരാളമായി പ്രവഹിച്ചുകൊണ്ടിരുന്നതിനാൽ അത് അൾത്താരയിൽ നിന്ന് പടികളിലേക്കും അവിടെ നിന്ന് തറയിലേക്കും ഒഴുകി. ഈ കല്ലുകൾ പിന്നീട് ഇളക്കിയെടുത്ത് പ്രത്യേക രീതിയിൽ സൂക്ഷിക്കുകയുണ്ടായി. അത് ഇന്നും അങ്ങനെ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. ഈ കാണുന്ന ചിത്രത്തിൽ അദ്ദേഹം വിതുമ്പി കരയുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണുനീരായിരുന്നിരിക്കണം. തന്റെ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തും അവിശ്വസിച്ചു പോയ നിർഭാഗ്യ നിമിഷങ്ങളെ ഓർത്തും. ഓർവിയേത്തോ ഫാദർ പീറ്റർ ഉടൻ തന്നെ അടുത്ത നഗരമായ ഓർവിയേത്തോയിലുണ്ടായിരുന്ന പരിശുദ്ധ പിതാവിനെ കണ്ട് ഈ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ഒരു ബിഷപ്പിനെ ബോൾസേനയിലേക്ക് അയച്ച് ഫാദർ പീറ്റർ തിരുവോസ്തി പൊതിയുവാൻ ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രം തന്റെ അടുക്കലെത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. തിരുവസ്ത്രത്തിലെ രക്തത്തുള്ളികൾ കണ്ട പരിശുദ്ധ പിതാവ് ആ നിമിഷം തന്നെ മുട്ടിന്മേൽ നിന്ന് ആ വലിയ അത്ഭുതത്തെ അംഗീകരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ദേവാലയത്തിലെ മട്ടുപ്പാവിലെത്തി അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് ദിവ്യകാരുണ്യനാഥൻ നമുക്കുവേണ്ടി പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് ജനങ്ങളോട് പ്രഘോഷിക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവിന്റെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയ ചിന്ത, ഒരുപക്ഷെ വാഴ്ത്തപ്പെട്ട ജൂലിയാന പരിശുദ്ധ കുർബാനയുടെ ഒരു തിരുനാൾ തിരുസഭയ്ക്ക് അനുവദിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതിനെക്കുറിച്ചായിരുന്നിരിക്കണം. അടുത്ത വർഷം തന്നെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കോർപ്പുസ് ക്രിസ്റ്റി
അഥവാ ഈശോയുടെ ശരീരം എന്ന പേരിൽ ആഘോഷിക്കുന്നതിനുള്ള ദിവസം നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം ഔദ്യോഗിക പ്രഖ്യാപനം വിളംബരം ചെയ്യുകയുണ്ടായി. സംഭവങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ചിത്രത്തിൽ കാണുന്ന കറുത്ത വസ്ത്രം ധരിച്ച വ്യക്തി വിശുദ്ധ തോമസ് അക്യുനാസ് ആണ്. പരിശുദ്ധ കുർബാനയോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്ന സഭയിലെ പണ്ഡിതനായ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ തോമസ് അക്യുനാസ്. പരിശുദ്ധ പിതാവ് തോമസ് അക്യുനാസിനോട് ഈ ഓർമ്മ തിരുനാളിനുള്ള ഒരു ആരാധനാക്രമം തയ്യാറാക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിസൂചകമായി വളരെ മനോഹരമായ വരികൾ അതിനുവേണ്ടി സൃഷ്ടിക്കുകയുണ്ടായി. ഓൾവിയത്തോയിൽ വളരെ മനോഹരമായ ഒരു കത്തീഡ്രൽ നിർമ്മിക്കപ്പെട്ടു. ബോൾസേനയിലെ അത്ഭുതത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ചാപ്പലും നിർമ്മിച്ചു. ഈ ദേവാലയത്തിൽ തിരുരക്തം പുരണ്ട തിരുവസ്ത്രം ഇന്നും ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആഘോഷപൂർവമായ അവസരങ്ങളിൽ വിശ്വാസികൾക്ക് അത് ദർശിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇന്നും ഒരുക്കപ്പെടുന്നുണ്ട്. ഈ അത്ഭുതം നടന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് നമ്മുടെ നാഥൻ പ്രത്യക്ഷപ്പെട്ട് തകർന്നു കിടക്കുന്ന തന്റെ ദേവാലയം പണിയണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അത്ഭുതം പരിശുദ്ധ കുർബാനയുടെ ഒരു തിരുനാൾ സഭയിൽ സ്ഥാപിക്കപ്പെടുന്നതിനും കാരണമായി. വിശുദ്ധ തോമസ് അക്യുനാസിനെയും അതിൽ അവിടുന്ന് ഉൾപ്പെടുത്തി. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നതെന്താണ്? അവിടെ യേശുവിന്റെ പരിശുദ്ധ കുർബാനയിലുള്ള സജീവ സാന്നിധ്യത്തെ സംശയിക്കുന്ന അനേകരില്ലേ? ആരെയാണ് ഇതിനെതിരെ ശബ്ദമുയർത്താൻ അവിടുന്ന് അയക്കുക? ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദുർബലരായ ഞങ്ങൾക്ക് മുന്നിൽ അടയാളങ്ങളിലൂടെ ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരുമനസ്സാകുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹം തിരിച്ചറിയുവാനും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും അതുവഴി ലോകത്തിന് വെളിച്ചമായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ.